നമസ്കാരം. UK വാർത്തകളിലേക്ക് സ്വാഗതം. പൊതുഖജനാവ് നിറയ്ക്കാൻ ലേബറിന്റെ 50 മില്യൺ പൗണ്ടിന്റെ നികുതി വർധന വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വാർത്തകൾ വിശദമായി. അധികാരത്തിലെത്തിയാൽ നികുതിയുടെ കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്ന് മുൻ പ്രധാനമന്ത്രി ഋഷി സുനക് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ അതൊന്നും ചെവിക്കൊള്ളാതെ ലേബറിനെ വിജയിപ്പിക്കാൻ വോട്ടർമാർ ഒന്നിച്ച് അണിനിരുന്നു. എന്തായാലും സമീപഭാവിയിൽ തന്നെ ജനം നികുതി ഭാരം പേറേണ്ടി വരുമെന്നാണ് നിലവിലത്തെ അവസ്ഥ. രാജ്യത്തിന്റെ നികുതി ഭാരം 50 മില്യൺ പൗണ്ട് വർദ്ധിപ്പിക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാകുമെന്നാണ് മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ വ്യക്തമാക്കുന്നത്. അധിക വരുമാനം നേടേണ്ടത് പുതിയ ഗവൺമെന്റിന് അനിവാര്യമാണെന്നാണ് മുൻ ലേബർ പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത്. ഇൻകം ടാക്സ്, നാഷണൽ ഇൻഷുറൻസ്, വാറ്റ് എന്നിവ ഉയർത്തില്ലെന്ന് ലേബർ പ്രകടന പത്രിക പറഞ്ഞെങ്കിലും ക്ലീൻ സ്റ്റാമർ പല പഴുതുകളും പ്രയോജനപ്പെടുത്തുമെന്ന് ഋഷി സുനക് വാദിച്ചതായി ഷാഡോ സയൻസ് മന്ത്രി ആൻഡ്രൂ ഗ്രിഫിത്ത് പറഞ്ഞു. ഇതിനിടയിലാണ് AI പോലെയുള്ള സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ ഉയർന്ന നികുതി ഭാരം നേടേണ്ടി വരുമെന്ന് ടോണി ബ്ലെയർ മുന്നറിയിപ്പ് നൽകുന്നത്. ഇതിനു പുറമെ സ്വത്തുക്കൾ വിൽക്കുമ്പോഴുള്ള നികുതി വർദ്ധിപ്പിക്കാനും ലേബർ നീക്കം നടത്തുന്നതായി പാർട്ടി ആഭ്യന്തര രേഖകൾ വെളിപ്പെടുത്തുന്നതായി ഗാർഡിയൻ പറയുന്നു. ഇതുകൂടാതെ ബന്ധുക്കൾക്ക് സമാനമായി പണം, പ്രോപ്പർട്ടി, ഭൂമി എന്നിവ നൽകുന്നത് കൂടുതൽ ബുദ്ധിമുട്ടായി മാറുകയും ചെയ്യും. ഏതെല്ലാം നികുതികളാണ് ഉയർത്തുകയെന്ന് ലേബർ തുടർച്ചയായി ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും ഇതിനൊന്നും കൃത്യമായി മറുപടി നൽകാൻ ക്ലീൻ സ്റ്റാമറോ മറ്റ് നേതാക്കളോ തയ്യാറാകുന്നില്ല. ലേബർ വന്നപ്പോൾ മെരുങ്ങി ജൂനിയർ ഡോക്ടർമാർ. തെരഞ്ഞെടുപ്പ് സമയത്തെ സമരം സംശയകരം. വാർത്തകൾ വിശദമായി. ഋഷി സുനക് സർക്കാരിന്റെ ചർച്ചയും അഭ്യർത്ഥനയും ചെവിക്കൊള്ളാതെ തെരഞ്ഞെടുപ്പിന് മുൻപ് 5 ദിവസ സമരം നടത്തിയ BMA അധികാരമാറ്റത്തിന് പിന്നാലെ തങ്ങളുടെ പിടിവാശി വിടുന്നു. ജൂനിയർ ഡോക്ടർമാർ മെരുങ്ങി എന്നത് മാത്രമല്ല, കാത്തിരിപ്പിനുള്ള സന്നദ്ധതയും അറിയിച്ചിരിക്കുകയാണ്. ഇത് ടോണി സർക്കാരിനെതിരായ തന്ത്രമായി വിശേഷിപ്പിക്കുന്നത്. പുതിയ ഹെൽത്ത് സെക്രട്ടറി വൈസ് സ്ട്രീങ്ങറുമായി നേരിട്ടുള്ള ആദ്യ ചർച്ചകൾക്ക് ശേഷമാണ് NHSനെ ശ്വാസം മുട്ടിച്ച സമരങ്ങളിൽ നിന്നും ജൂനിയർ ഡോക്ടർമാർ പിൻവാങ്ങാൻ ഒരുങ്ങുന്നത്. കൂടുതൽ സമരങ്ങൾ ഒഴിവാക്കി NHS ശമ്പള തർക്കം പരിഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ആത്മവിശ്വാസം ലഭിച്ചതായി ജൂനിയർ ഡോക്ടർമാരുടെ നേതാക്കൾ പറഞ്ഞു. ഹെൽത്ത് സെക്രട്ടറിയുമായി നടത്തിയ ആദ്യ ചർച്ച ആദ്യ പോസിറ്റീവ് ചുവടുവയ്പ്പാണെന്നാണ് ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ ജൂനിയർ ഡോക്ടേഴ്സ് കമ്മിറ്റി ചെയറുകളായ ഡോക്ടർ വിവേക് ത്രിവേദിയും ഡോക്ടർ റോബോട്ട് ലോറൻസും പറഞ്ഞു. ശമ്പള വിഷയത്തിൽ 20 മാസമായി ജൂനിയർ ഡോക്ടർമാർ സമരത്തിലായിരുന്നു. തർക്കത്തിന് പരിഹാരം ഉണ്ടാകുമെന്ന ധാരണയില്ലാതെയാണ് ചർച്ചയ്ക്കെത്തിയെന്നും തങ്ങളെ കേൾക്കുമെന്ന പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നതെന്നും അതാണ് നടന്നതെന്നും ത്രിവേദി പറഞ്ഞു. 2022 ഡിസംബർ മുതലാണ് NHSൽ ഡോക്ടർമാർ, നഴ്സുമാർ, ഫിസിയോതെറാപ്പിസ്റ്റുകൾ, പാരാമെഡിക്കൽ, മറ്റ് ജീവനക്കാർ എന്നിവർ സമരങ്ങൾ നടത്തുന്നത്. ഇതുവഴി ഏകദേശം 1.5 മില്യൺ അപ്പോയിന്റ്മെന്റുകളും 3 ബില്യന്റെ നഷ്ടം വരികയും ചെയ്തു. 15 വർഷമായി വരുമാന നഷ്ടം നേരിടുന്നതിനാൽ 35% വർധന വേണമെന്നാണ് ജൂനിയർ ഡോക്ടർമാർ ആവശ്യപ്പെടുന്നത്. ഇത് അനുകൂലിക്കില്ലെന്നും പല വിഷയങ്ങളുമായി വർധന അനുവദിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. 18 ടീമുകൾ പങ്കെടുത്ത ആവശ്യ പോരാട്ടം. മത്സരച്ചൂട് ഇരട്ടിപ്പിച്ച് സോജൻ ജോസഫ് MPയും ചാണ്ടി ഉമ്മൻ MLAയും. ഒടുവിൽ ജേതാക്കളായി ടോക്ക് ലയൺസ്. സൗഹൃദ വടംവലി മത്സരത്തിന് ആവേശകരമായ സമാപനം കുറിച്ചത് ഇങ്ങനെ. വാർത്തകൾ വിശദമായി. UKയിലെ വടംവലി പ്രേമികളുടെ ആവേശം വാനോളമെത്തിച്ച സഹൃദയ ഫെസ്റ്റ് കെന്റ് കേരളയിൽ സംഘടിപ്പിച്ച ഓൾ UK വടംവലി മത്സരത്തിന് ആവേശകരമായ സമാപനം. രാവിലെ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ സഹൃദയ സെക്രട്ടറി ഷിനോ T. പോൾ സ്വാഗതം ആശംസിച്ചു. പ്രസിഡന്റ് ആൽബർട്ട് ജോർജ് ഫ്ലാഗ് ഓഫ് ചെയ്ത കരുതലിന്റെ പോരാട്ടത്തിൽ വിശിഷ്ടാതിഥികളായി ആഷ്ഫോർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ബ്രിട്ടീഷ് ആദ്യ മലയാളി MP സോജൻ ജോസഫ്, നാട്ടിൽ നിന്നും എത്തിച്ചേർന്ന പുതുപ്പള്ളി MLA അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ, UKയിലെ സെലിബ്രിറ്റി ഷെഫ് ജോമൻ കുര്യാക്കോസ്, ഫ്രാൻസിസ് മാത്യു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ആവേശകരമായിരുന്ന ഹീറ്റ്സ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിൽ മത്സരാവസാനം അട്ടിമറി വീരന്മാരായി ടോക്ക് ലയൺസ് A ടീം കിരീടം ഉയർത്തിയപ്പോൾ വൂസ്റ്റർ തെമാഡീസ് റണ്ണറപ്പായി. നിലവിലെ ചാമ്പ്യന്മാരായിരുന്ന ടൺബ്രിഡ്ജ് വെൽസ്റ്റക്കേഴ്സിനെ വാശിയേറിയ സെമിഫൈനൽ പോരാട്ടത്തിൽ മലർത്തിയടിച്ച് വെസ്റ്റർ തെമാഡീസ് ഫൈനൽ എത്തിയപ്പോൾ മറ്റൊരു കരുത്തേറ്റ ടീമായ ഹെറിഫോർഡ് അച്ചയൻസിനെ തോൽപ്പിച്ചാണ് ടോക്ക് ലയൺസ് A ടീം ഫൈനലിൽ പോരാട്ടത്തിന്റെ അംഗം കുറിച്ചത്. UKയിൽ എമ്പാടും നിന്ന് 18 ടീമുകൾ മാറ്റുരച്ച മത്സരത്തിൽ ആരാണ് വിജയികൾ എന്നറിയാൻ അവസാന നിമിഷം വരെ കാത്തിരിക്കേണ്ട അസുലഭ നിമിഷമാണ് കാണികൾക്ക് സമ്മാനിച്ചത്. ആദ്യം മുതൽ അവസാനം വരെ തിങ്ങി നിറഞ്ഞ വടംവലി പ്രേമികൾക്ക് കണ്ണിന് വിരുന്നേകി നെഞ്ചിടിപ്പ് കൂട്ടി ആർപ്പുവിളികളും വാദ്യാഘോഷങ്ങളും UKയിലെ മല്ലന്മാർ മാറ്റുരപ്പിച്ചപ്പോൾ UK മലയാളികൾക്ക് എന്നും ഓർക്കാൻ പറ്റിയ ഒരു ആഘോഷമായി സഹൃദയയുടെ വടംവലി മത്സരം മാറുകയായിരുന്നു. മത്സര ഇടവേളകളിൽ സഹൃദയ ചെണ്ടമേളം ടീമിന്റെ ഫ്യൂഷൻ ചെണ്ടമേളം, ചുടല നൃത്ത ചുവടുകളായി വനിതകളുടെ ഫ്യൂഷൻ ഡാൻസ് തുടങ്ങിയവ മത്സരത്തിന് മിഴിവേകി. 2024 സഹൃദയയുടെ അഖില UK വടംവലി ചാമ്പ്യൻഷിപ്പ് ട്രോഫിയും ക്യാഷ് പ്രൈസും ടോക്ക് ലയൺസ് A ടീം കരസ്ഥമാക്കിയപ്പോൾ വെസ്റ്റേൺ തെമാഡീസ് 2ാം സ്ഥാനവും ഹെറിഫോർഡ് അച്ചായൻസ് 3ാം സ്ഥാനവും നേടി. കടുത്ത വാശിയോടെ നടന്ന മത്സരങ്ങൾ തന്മയത്വത്തോടെ നിയന്ത്രിച്ചത് ബിജോ പാറശ്ശേരിയിൽ, സെബാസ്റ്റ്യൻ എബ്രാഹാം, ജോഷി സിറിയക് തുടങ്ങിയ റെഫറിമാരായിരുന്നു. സ്പോർട്സിനും കൂടാതെ ഈ മത്സരം കാണുവാനായി
UK വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന എല്ലാ വടംവലി പ്രേമികൾക്കും ടീം സഹൃദയയ്ക്കു വേണ്ടി പ്രസിഡന്റ് ആൽബർട്ട് ജോർ, വൈസ് പ്രസിഡന്റ് അഞ്ജു അബി, സെക്രട്ടറി ഷിനോ ടി പോൾ, ജോയിന്റ് സെക്രട്ടറി ജിനു തങ്കച്ചൻ, പ്രോഗ്രാം കോർഡിനേറ്റർ ജോജോ വർഗീസ്, ട്രഷറർ റോജിൻ മാത്യു, ജോയിന്റ് ട്രഷറർ റിയാസ് മുത്തേടത്ത് തുടങ്ങിയ ഓഫീസ് ടീം നന്ദിയും രേഖപ്പെടുത്തി. വാർത്തകൾ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.